السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. നമ്മുടെയൊക്കെ മക്കൾ അവർ നന്നായി കിട്ടാൻ വേണ്ടി നാം എപ്പോഴും മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. കാരണം നമ്മുടെ മക്കൾ നന്നായി സ്വാലിഹീങ്ങളായ മക്കളായി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം, അതിൻ്റെ ഫലം നമുക്ക് തന്നെയാണ് നാളെ ആഖിറത്തിൽ ഉപകാരപ്പെടുന്നത്. മക്കളെ നേരായ വഴിയിൽ ദീനിയായ ചുറ്റുവട്ടത്തിൽ വളർത്തിയെടുക്കുക എന്നുള്ളത് ഏറ്റവും മർമ്മപ്രധാനമായ ഒന്നാണ്. അവരെ മാതാപിതാക്കളോടുള്ള സ്നേഹവും ബഹുമാനവും പഠിപ്പിക്കണം. ഉസ്താദന്മാരോടും അതുപോലെ തന്നെ മുതിർന്നവരോടും ഒക്കെ കാണിക്കേണ്ടുന്ന ബഹുമാനം, ആദരവ്, കുട്ടികളോട് കാണിക്കേണ്ട കാരുണ്യം, ഇതെല്ലാം അവരെ പഠിപ്പിച്ച് നേരായ വഴിയിൽ സ്വാലിഹീങ്ങളായി വളർത്തിയെടുക്കാൻ വേണ്ടി സാധിച്ചാൽ നാം വലിയ ഭാഗ്യം സിദ്ധിച്ചവരായി മാറും. കാരണം നാളെ ഖബറിൽ പോയി കിടക്കുമ്പോൾ നമുക്ക് വേണ്ടി നമ്മുടെ മക്കൾ ഖബറിനരികിൽ വന്നുകൊണ്ട് അസ്സലാമു അലൈക യാ അബി, അസ്സലാമു അലൈക യാ ഉമ്മി എന്നൊക്കെ സലാം പറഞ്ഞുകൊണ്ട് ഇതെൻ്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പയാണ്, വളരെയധികം കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് എന്നെ അവർ പോറ്റി വളർത്തിയത്, എന്നെ ഈ നിലയിലേക്ക് എത്തിച്ച എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഉമ്മ ഇന്ന് എൻ്റെ കൂടെയില്ല, ഈ ഖബറിലാണ്. അള്ളാഹുവേ, എൻ്റെ ഉപ്പക്ക് നീ പുറത്തു കൊടുക്കണേ, എൻ്റെ ഉമ്മക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കണേ, ഖബറിൽ നീ വിശാലത ചെയ്തു കൊടുക്കണേ, ഖബർ നീ പ്രകാശപൂരിതമാക്കി കൊടുക്കണേ തുടങ്ങിയിട്ട് ഉമ്മയുടെ ഉപ്പയുടെ പാരത്രിക ലോകത്തെ വിജയത്തിന് വേണ്ടി ഈ മക്കൾ ദുആ ചെയ്യുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പക്ക് നീ സർവ്വ പാപങ്ങളും പുറത്തു കൊടുക്കണമെന്ന് മനസ്സറിഞ്ഞ് ദുആ ചെയ്യുന്ന മക്കളുണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ഖബറിൽ അനുഭവിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയും. സ്വർഗത്തിൽ അവരുടെ ദറജകൾ വർദ്ധിക്കാൻ, ഉന്നതമായ ദറജകളിലേക്ക്, സ്ഥാനമാനങ്ങളിലേക്ക് അവർ എത്തിക്കപ്പെടാൻ ഇത് കാരണമായി തീരുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിരവധി ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഇമാം ഇബ്നു മാജ റളിയല്ലാഹു തആല അൻഹു സയ്യിദനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്നർ റജുല ലയുർഫഉ ദറജതുഹു ഫിൽ ജന്ന, ഒരാൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനമാനങ്ങൾ, അദ്ദേഹത്തിൻ്റെ പദവികൾ നാളെ സ്വർഗത്തിൽ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടേയിരിക്കും. അദ്ദേഹത്തിന് ഓരോ ദിവസവും വലിയ വലിയ പവർ, വലിയ വലിയ സ്ഥാനമാനങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിക്കൊണ്ടിരിക്കും. ഫയഖൂലു അപ്പോൾ അദ്ദേഹം ചോദിക്കും, അന്നാ ഹാദ, എവിടുന്ന, എന്തുകൊണ്ടാണ്, ഞാൻ ഇത്ര അമലൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ സ്ഥാനങ്ങൾ, എൻ്റെ മഹത്വങ്ങൾ ഇങ്ങനെ ഉയർത്തപ്പെടാനുണ്ടായ കാരണം എന്ന് ചോദിക്കുമ്പോൾ ഫയുഖാൽ അദ്ദേഹത്തോട് പറയും, ബിസ്തിഗ്ഫാരി വലദിക ലക, നിനക്ക് വേണ്ടി നിൻ്റെ മക്കൾ ഇസ്തിഗ്ഫാർ തേടുന്നുണ്ട്. അല്ലാഹു എൻ്റെ ഉപ്പക്ക്, എൻ്റെ ഉമ്മക്ക് നീ പുറത്തു കൊടുക്കണമെന്നുള്ള പ്രാർത്ഥന അവർ നടത്തുന്നുണ്ട്. നിങ്ങളുടെ ഖബറിലെ ബാർസഖിയ ജീവിതം അത് നന്നായി കിട്ടാൻ വേണ്ടി അവർ അള്ളാഹുവിനോട് അങ്ങേയറ്റം മനസ്സുരുകി ദുആ ചെയ്യുന്നുണ്ട്. അത് കാരണമാണ് നിങ്ങളുടെ ഈ പദവികൾ ഉയർത്തപ്പെടുന്നതെന്ന് അദ്ദേഹത്തോട് പറയപ്പെടുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. അപ്പം അതുകൊണ്ട് നമ്മുടെ മക്കൾ നമ്മളെ മരണപ്പെട്ടാലും നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു മക്കളായി മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നമുക്ക് തന്നെയാണ്. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ 3 കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം നിന്നുപോകും. അതിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രധാനമായി എണ്ണിയ ഒന്നാണ് ഔ വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹായ നല്ല മക്കളുണ്ടോ, അവരുടെ പ്രാർത്ഥന തീർച്ചയായും ഈ ഖബറിൽ കിടക്കുന്ന ഉമ്മക്ക് ഉപ്പക്ക് ഉപകരിക്കും. അത് കാണുന്ന ആഖിറത്തിൽ സ്വർഗത്തിലെ പദവികൾ ഉയർത്തപ്പെടുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളായ മക്കളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. നമുക്ക് വേണ്ടി മരണപ്പെട്ടാലും നമ്മുടെ ഖബറിനരികിൽ വന്നുകൊണ്ടും അല്ലാതെയും ഒക്കെ നമുക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്തും ഖുർആൻ ഓതിയും ഒക്കെ ദുആ ചെയ്യുന്ന മക്കളെ കൂട്ടത്തിൽ അല്ലാഹു നമ്മുടെ മക്കളെയും ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.